ബ്ലാസ്റ്റേഴ്സിൽ വീണ്ടും ഒരു പടിയുറക്കം കൂടി. താങ്ക് യു ജീസസ് ജിമിനസ്. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. രാവിലെ എണീറ്റപ്പോ ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ആദ്യം തന്നെ ഫോൺ എടുത്തപ്പോൾ കണ്ടത്. ഇന്നലെ നേരത്തെ ഉറങ്ങിപ്പോയത് കൊണ്ട് രാത്രിയിലെ കണ്ടാണ് പോസ്റ്റ് വന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന്. അതായത് പ്രിയപ്പെട്ട ജീസസ് ജിമിനസ് ടീം ഇട്ടിരിക്കുന്നു, താങ്ക് യു ജീസസ് ജിമിനസ് എന്നൊരു പോസ്റ്ററാണ് ആദ്യം കാണുന്നത്. അപ്പോ പോസ്റ്ററിന്റെ കൂടെ ഒരു വലിയ ലേഖനമൊക്കെ ഉണ്ടായിരുന്നത് ജിമിനസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ലേഖനം പോലെയാണ് എഴുതിയിട്ടുള്ളത്. അതായത് ആൾക്ക് യൂറോപ്പിൽ നിന്ന് വേറെ ഓഫറുകളൊക്കെ ഉണ്ട്, അപ്പോൾ ആൾക്ക് നിരസിക്കാനാവില്ല. കാരണം ബ്ലാസ്റ്റേഴ്സ് വളരെ കുറവ് മത്സരങ്ങളാണ് ഈ സീസണിൽ കളിക്കാൻ പോകുന്നത്, അപ്പം ഒരുപാട് റെസ്റ്റ് വരുന്ന ഒരു സീസൺ ആയിരിക്കും ഇത് എന്നൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് ശരിയാണ്. കാരണം ഡ്യൂറൻ കപ്പും കാര്യങ്ങളൊന്നും നമ്മൾ കളിക്കുന്നില്ല ഈ പ്രാവശ്യം. അപ്പോൾ ആകെ കളിക്കുന്നത് ISL മാത്രമാണ്, പിന്നെ സൂപ്പർ കപ്പ് കളിച്ചാലായി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ പേരിലാണ്, അതൊരു സാഹചര്യമായിട്ട് എടുത്തുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആൾക്ക് ഓൾറെഡി ബ്ലാസ്റ്റേഴ്സിൽ കരാർ ഉണ്ടായിരുന്നതാണ്, സോ അത് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ യൂറോപ്പിലേക്ക് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഏത് ക്ലബിലേക്ക് എങ്ങോട്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും കൂടിയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇത് പ്ലേയേഴ്സിനെ ഇങ്ങനെ വെറുതെ വിറ്റ് തുലയ്ക്കുന്നത് ഒരു പുതിയ പരിപാടി ഒന്നും അല്ല ബ്ലാസ്റ്റേഴ്സിന്. അപ്പോ ഓക്കെ, ജിമിനസിന്റെ കാര്യം ഇപ്പൊ പറയുന്നത് ജിമിനസിന് പോകാൻ തന്നെ ആയിരുന്നു താല്പര്യം എന്നുള്ളതാണ്. അപ്പോ ജിമിനസിനെ യൂറോപ്യൻ ക്ലബ്ബുകൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കറന്റ് പ്ലെയറിനെ യൂറോപ്പിലെ ക്ലബ്ബുകൾക്ക് എപ്പോഴും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ റേഞ്ച് വേറെ ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്ലെയേഴ്സിനെ നിലനിർത്തുക എന്നുള്ള പരിപാടിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതവിടെ നോക്കിയിട്ടില്ല. കാരണം യൂറോപ്പിലെ ക്ലബ്ബുകൾ ചിലപ്പോൾ ക്യാഷ് കൂടുതൽ ഓഫർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ മാനേജ്മെന്റ് വീഴുമല്ലോ. അതങ്ങനെയാണല്ലോ, നമ്മുടെ അനുഭവം അങ്ങനെയാണല്ലോ, നമ്മുടെ മാനേജ്മെന്റ് അങ്ങനെയാണല്ലോ. ഇപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ എല്ലാം ഏത് പ്ലേയേഴ്സിനെ ടീമിലുള്ള എല്ലാ മെയിൻ പ്ലേയേഴ്സിനെയും വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ് നമുക്കുള്ളത്, നിർഭാഗ്യവശാൽ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇപ്പൊ പറയുന്നു ജിമിനസിന് താല്പര്യമില്ല, ജിമിനസിന് പോയേ പറ്റൂ എന്നുള്ള സംഭവമാണെങ്കിൽ പൊക്കോട്ടെ. പക്ഷെ എന്താ പറയാ, ഇവിടെ സഹൽ പറയുന്നുണ്ട്, സഹലിന്റെ മാത്രം താല്പര്യത്തിലല്ല സഹൽ ഇവിടുന്ന് പോയതെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡയസിന്റെ താല്പര്യത്തോടെ അല്ല. പിന്നെ നമ്മുടെ അൽവാരോ വാസ്കസ് ഇവിടുന്ന് പോയത് ആളുടെ താല്പര്യത്തോടെ അല്ല. അങ്ങനെ പല പ്ലേയേഴ്സിനെ നമ്മൾ എടുത്തു നോക്കിയാലും അങ്ങനെ സ്വന്തം താല്പര്യം അല്ലാതെ പോയ പല പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. ജിമിനസിന്റെ പോക്ക് ജിമിനസിന്റെ താല്പര്യത്തിൽ മാത്രം പോയതാണെന്നൊക്കെ വിശ്വസിക്കാൻ പാടുണ്ട്. കാരണം എപ്പോഴും നല്ല പ്ലേയേഴ്സിനെ, നല്ല സ്ട്രൈക്കേഴ്സിനെ, നല്ല പ്ലേയേഴ്സിനെയൊക്കെ വെറുതെ ആർക്കെങ്കിലൊക്കെ എടുത്ത് കൊടുക്കുന്നത് നമ്മൾ കുറെ കണ്ടതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. എനിക്കറിയില്ല താങ്ക് യു ലൂണ എന്നുള്ള പോസ്റ്റർ എന്നാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല. ഒരുപക്ഷെ ഉടനെ തന്നെ അതും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ലൂണയുടെ പുറകെ ഒരുപാട് ആളുകളുണ്ട്. ലൂണ തന്നെ ഇവിടെ പലതവണ പിടിച്ച് നിന്നിട്ടുണ്ട്. ആൾ ഇവിടെ തന്നെ കാണുമെന്ന രീതിയിൽ പുള്ളി തന്നെ ഇവിടെ നിൽക്കുന്ന കുറച്ച് സാഹചര്യങ്ങളൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ലൂണ ജസ്റ്റ് ഒരു മൂളി കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ല കാശിനെ തൂക്കി വെക്കാൻ സാധ്യതയുണ്ട് ലൂണനെ. അപ്പോ അറിയില്ല ശരിക്കും എന്താ ഈ മാനേജ്മെന്റ് ചെയ്യുന്നതെന്ന്. സോ നിങ്ങളിതിന്റെ ഓണേഴ്സ് ഒക്കെ ആയിരിക്കും, പക്ഷെ ഇത് ഞങ്ങളുടെ ടീമാണ്, ഈ ആരാധകര് ഞങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു രീതിയിലുമുള്ള ഞങ്ങൾ ഒരു രീതിയിലും കണ്ടില്ല എന്ന് വെക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ് നിങ്ങൾ ആരാധകർക്ക് വേണ്ടി ഒരു രീതിയിലും ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ആകെ ആരാധകർക്ക് വേണ്ടി ചെയ്യുന്നത് കുറച്ച് ചിപ്സ് ഉണ്ടാക്കി അവിടെ വിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മറ്റൊന്നും നിങ്ങൾ ആരാധകർക്ക് വേണ്ടി ചെയ്യുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഈ സീസണിലെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു. അറിയില്ല, ഇപ്പോഴും നിങ്ങൾ വിറ്റ ഒരു പ്ലേയേഴ്സിനും ഇവിടെ റീപ്ലേസ്മെന്റുകൾ ഇവിടെ വന്നിട്ടില്ല. ആരെയും അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിനെ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഫെഡോറിന് ഇവിടെ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പല പ്ലേയേഴ്സിനും ഇവിടെ താല്പര്യം ഉണ്ടായിരുന്നു. അവരൊന്നും നിലനിർത്താനോ അവരുടെ ക്യാഷ് ₹1 കൂടുതലാണെങ്കിൽ നിങ്ങൾ അത് മുടക്കാൻ തയ്യാറാവത്തില്ല. നിങ്ങൾ അത് വേണ്ടെന്ന് വെക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ ഉള്ളത്. അപ്പോ ഇങ്ങനെ പോയാൽ കപ്പ് മോഹിക്കാതെ വെറുതെ ഇങ്ങനെ ഇരിക്കാം എന്നുള്ളതല്ലാതെ, ചിപ്സൊക്കെ തിന്ന് നമുക്ക് ഇരിക്കാം എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇല്ല. ശരിക്കും നല്ല വിഷമമുണ്ട്. നല്ല ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. ജിമിനസിനെ നമ്മളൊന്നും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. ആള് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിന്നാണ് ആള് പോകുന്നത്. അപ്പൊ പുതിയതായിട്ട് ഇനിയിപ്പോ വരുന്നത് ജീസസിനേക്കാളും ബെറ്റർ ഒരു സ്ട്രൈക്കർ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കറിയില്ല ഇതൊക്കെ നടക്കുകയുടെ. പുതിയൊരു സ്ട്രൈക്കർ എവിടുന്ന് ആരായിരിക്കും വരുന്നത്? ഇനിയിപ്പോ പുതിയൊരാളിനെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ താല്പര്യം പുള്ളിയുടെ താല്പര്യത്തിലാണ് പോയെന്നൊക്കെ വിശ്വസിക്കാൻ ഇച്ചിരി പാടാണേ. കാരണം റാസ്കസ് ഒക്കെ, അൽവാരോ ഒക്കെ ശരിക്കും വെയിറ്റ് ചെയ്തായിരുന്നു, ഡയസ് ഒക്കെ ശരിക്കും വെയിറ്റ് ചെയ്തായിരുന്നു. ഡയസിനെതിരെയൊക്കെ എന്തൊക്കെ കഥകളാണ് ഇവിടെ ഇറക്കിയത്. എന്നിട്ട് ഇവരൊക്കെ വേറെ ജേഴ്സിയിൽ അപ്പുറത്തെ ടീമിൽ പോയി കളിക്കുന്നത് കാണാനുള്ള ആ ഒരു ഇത് നമുക്ക് തരുന്നു നിങ്ങൾ. എന്തായാലും കൊള്ളാം. ജിമിനസിന് പകരം നല്ലൊരാള് വരും എന്ന് വിശ്വസിക്കുന്നു. ഇവാൻ ആശാന് പകരം ഒരു ബെറ്റർ കോച്ച് വന്നതുപോലെ. താങ്ക് യു.